ഇവക്കിത് എന്തിന്റെ സൂക്കേടാടാ? നാരായണേട്ടന്റെ മോളായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ കാണുമ്പോഴൊക്കെ എന്നോട് ചോദിക്കും ചന്ദ്രേട്ടന്റെ കാര്യം. സംഗതി കൊള്ളാം, കാണാനും സ്വഭാവവും. പിന്നെ നാരായണേട്ടനെ എതിർപ്പൊന്നും കാണില്ല. നമുക്കൊന്ന് ആലോചിച്ചാലോ? ഞാൻ വല്ല തെറിയും പറയും കേട്ടോ. പിന്നെ എന്നും ഇങ്ങനെ അമ്പലക്കാളെ പോലെ നടന്നാ മതിയോ? പണിയെടുക്കുന്ന കാശ് മുഴുവൻ പല ചാരായക്കടയിലും മുച്ചീട്ട് കളിക്കാരനും കണ്ട വെടികൾക്കും. വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ രമണി എന്നോട് ചോദിക്കും, ചന്ദ്രേട്ടനും വേണ്ടേ നമ്മളെപ്പോലൊരു വീടും ജീവിതവും എന്നൊക്കെ. ഇനി ചന്ദ്രേട്ടൻ വീട്ടിൽ വരുമ്പോ പറഞ്ഞ് സമ്മതിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുക അവള്. തുടങ്ങി രമണിയും വീടും കൂടും. നിനക്കൊന്നും മിണ്ടായിരിക്കണം. ഇനിയിപ്പോ എന്താ വേണ്ടേ? ചന്ദ്രേട്ടൻ ഒരു കുടുംബമായിട്ട് കഴിഞ്ഞു നോക്ക്, അപ്പോഴേ എന്റെ സുഖം അറിയും. എന്റെ തടി ഇവിടെ ആണെങ്കിലും പ്രാണൻ അവളുടെ അടുത്താ. വയസ്സാകുമ്പോഴേ ഈ തടിയും ചുണയൊക്കെ അങ്ങ് മാറും. ആരാ ഇത്തിരി വെള്ളം ചൂടാക്കി തരാനുണ്ടാവുക? അതിന് വയസ്സായെങ്കിലല്ലേ. പിന്നെ ചന്ദ്രു ആർക്കും ഒരു ഭാരവുമില്ല. ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഗതി വന്നാ അന്ന് അവസാനിപ്പിക്കും. പിന്നെ വലിച്ചു വാരി കുഴിയിലിട്ട് മൂടണം. അതിനുള്ള മണ്ണ് എനിക്കുണ്ട്. പിന്നെന്താ?